എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു തേർഡ് പാർട്ടിയിലും ഇടയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണ്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോയി. ആ ഒരു ബന്ധത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടുള്ളവരുടെ ഫീലിങ്സ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളോടും തേർഡ് പാർട്ടിയോടും ഉള്ളവരുടെ ഫീലിങ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അത് നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് വാലിഡ് ആവുന്നതാണ്. ടൈമൊന്നുമില്ല. ഏത് സമയത്ത് നിങ്ങൾക്കിത് കാണുകയാണെങ്കിലും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി വരുത്താതിരിക്കുക ജീവിതത്തിൽ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ നിന്ന് അകന്നുപോയ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം. പ്രാർത്ഥിച്ച് നല്ലൊരു വണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നല്ല വണ്ണം മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക. കുറച്ചും കൂടെ റെസൊണേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് നോക്കാം, റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഷഫിൾ ചെയ്യട്ടെ. കാർഡ് ഷഫിൾ ചെയ്യുകയാണ് ഞാൻ. പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജിയാണ് ഇവിടെ വരേണ്ടത്. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് റീഡ് ചെയ്യാം. ആദ്യം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനുശേഷം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കാം. ആദ്യം നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സാണ് നോക്കുന്നത്. അതിനുശേഷം തേർഡ് പാർട്ടിയോട്. ഒരു 3 കാർഡ് എടുക്കാം. ഒരു 4 കാർഡ്, 3 to 4 കാർഡാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സാണ്. അതായത് അവരിലൊരു ട്രാൻസ്ഫർമേഷനാണ് ആ ഒരു വ്യക്തിയിൽ നടക്കുന്നത്. അവർക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്, ഒരു ഗിൽറ്റ് തോന്നുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരു ദുഃഖമാണ്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവർക്ക് നല്ല റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അതുപോലെ ആ ഒരു വ്യക്തി ഡീപ്പായിട്ട് അവർക്കൊരു സ്പിരിച്വൽ റീബർത്താണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധമായ ദുഃഖമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെ സങ്കടമാണ് തീർച്ചയായും. കാര്യം ഈ ഒരു ബന്ധത്തിൽ അവരെടുത്തു ചാടി ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ട്രാവലിംഗ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതൊരു ശുഭസൂചകമായ ഒരു കാർഡാണ്. കാര്യം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ വേണം എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. വളരെ ആഴത്തിലുള്ളൊരു സ്നേഹം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ളതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി നേരത്തെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഒരു സോറോ കാർഡും പറയുന്ന ഒരു സത്യസന്ധമായ വേദന ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അതായത് ഭൂതകാലത്തെ, അതായത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയ കാലങ്ങളിലുണ്ടായിരുന്ന മെസ്സേജുകളൊക്കെ അവരെടുത്ത് വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളാണ് അവരിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥ. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ, നിങ്ങളുടെ ജീവിതത്തിൽ അവരും നിങ്ങളും ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ആ ഒരു നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന് അകന്ന്. അതായത് അവരുപേക്ഷിച്ച് പോയ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നത്, അതായത് നിങ്ങൾ എത്രമാത്രം വാല്യൂ ഉള്ളൊരു വ്യക്തിയായിരുന്നു, എത്ര നഷ്ടമായിരുന്നു അവർക്ക് നിങ്ങളെ ഒഴിവാക്കിയത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നൊരു സമയമാണ്. അതായത് നിങ്ങളുടെ ഓർമ്മകളിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ്, ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്.
അതായത് നിങ്ങളുടെ ഓർമ്മകളാണ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സത്യസന്ധമായ വേദനയാണ്. അവർ കരയുന്നുണ്ട് തീർച്ചയായിട്ടും. അത് അവർ ചെയ്ത് പോയ ആ ഒരു കാര്യങ്ങൾക്ക് അവർക്കൊരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു കുറ്റബോധമുണ്ട്. അതായത് ജീവിതത്തിൽ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണെയാണ് അവർ കളഞ്ഞു പോയത്. ആ ഒരു ചിന്ത അവർക്കുണ്ട് ഇപ്പോഴും. അപ്പം വേദന ഒളിച്ചു വെക്കാതെ അത് അനുഭവിക്കുന്ന ഒരു സത്യസന്ധമായ വേദനയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ആ ഒരു വ്യക്തി കരയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. കാര്യം അത്രത്തോളം അവർ ഇതൊരു വൈഫാകാം, ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവറാകാം, ആരുമാകാം ഈ ഒരു വ്യക്തി. പക്ഷെ അവരാദ്യം ഒരുപാട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുണ്ടായിരുന്ന ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഒരു പ്രാധാന്യം തന്നിട്ടില്ല. എല്ലാം ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തു. പല രീതിയിൽ നിങ്ങളെ നെഗറ്റിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴവർ നിങ്ങൾക്കായിട്ട് വിഷമിക്കുകയാണ് ഒരുപാട്. അതായത് ആ ഒരു പഴയ മുറിവുകൾ അവരെ വേട്ടയാടുന്നുണ്ട് ഭൂതകാലത്തിൽ. അതായത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ നല്ല മൊമെൻറ്റ്സ്. കാര്യം ഇപ്പോഴവരൊട്ട് ഹാപ്പിയല്ല ഇപ്പോഴത്തെ ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അവർ ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് വേണമെന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കണ്ണ് തുറന്ന് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സത്യത്തെ നേരിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ്. ഒരു ന്യൂ റീസ്റ്റാർട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു വ്യക്തി ഉള്ളുരുകി കരയുന്നുണ്ട് നിങ്ങൾക്കായിട്ട്. വളരെ വിഷമിക്കുന്നുണ്ട്. കാര്യം അവരെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കാതെ നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയൊരു വ്യക്തിയാണ്. ആ ഒരു കാര്യത്തിൽ അവർക്ക് വളരെ വിഷമമുള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം ആ ഒരു വ്യക്തി മാനസിക വേദനയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അവരിങ്ങനെയൊന്നും വിചാരിച്ചിരുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അതായത് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് നിങ്ങളെ കൂടെ കൂട്ടാൻ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട്. നിങ്ങളെ കൂടെ കൂട്ടി ലൈഫിലൊരു നല്ല നിങ്ങളുമായിട്ട് ഒന്നിച്ചൊരു യാത്ര അവരാരംഭിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട് തന്നെ. റിസ്ക് എന്നല്ല, ജീവിതത്തിൽ അവർക്ക് നിങ്ങളെ വേണം. അവർക്ക് നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് വേണം. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ ഒരു ട്രാവലിംഗ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്നും കൂടെ അതിൻ്റെ ആ വ്യാപ്തി, അതിൻ്റെ ആഴം ഒന്നും കൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു ട്രാവലിംഗ് കാർഡ് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്താൻ ശ്രമിക്കുക എന്നാണ് കാർഡ് പറയുന്നത്, ട്രാവലിംഗ് കാർഡ്. അപ്പോൾ അവരിൽ അനാവശ്യ ചിന്തകളൊക്കെ മാറി തീർച്ചയായിട്ടും അവർക്കൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അതായത് അവരൊരു കാര്യത്തിൻ്റെ അവസാന ഘട്ടത്തെത്തി. അതായത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളൊരു കാര്യത്തിൻ്റെ അവസാന ഘട്ടത്തെത്തി. കാര്യം അവർക്ക് ഈ ഒരു വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ്. സോറോ കാർഡ് വന്നതുകൊണ്ട് തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് അവർക്ക് ഈ ഒരു വേദന താങ്ങാവുന്നതിനും അപ്പുറമാണ്. ജീവിതത്തിൽ അവർ അത്രത്തോളം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത്. താങ്ങാവുന്നതിനും അപ്പുറം വേദനയാണ് അവരിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ അത്രമാത്രം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് അതിൻ്റെ ഒരു ഒരു തീരുമാനം, ഒരു ഉറച്ച തീരുമാനം ആ ഒരു വ്യക്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഒരു ഒരു ഫൈനൽ ഡിസിഷൻ നിങ്ങൾക്കായിട്ട് എടുത്തതായിട്ട് കാണുന്നുണ്ട് അവർ. അപ്പോൾ ഇത് വളരെ കാലമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാവാം ഇത് നിങ്ങളുടെ വ്യക്തി. ഒരു തുറന്നു പറച്ചിൽ വരുന്നുണ്ട്. അവർക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്നവർ കാണാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാര്യം അവരുടെ മനസ്സിപ്പോഴും നിങ്ങളോടൊപ്പമാണെന്നാണ് കാണിക്കുന്നത്. അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് അവർക്ക് കുറ്റബോധമുണ്ട്. കാര്യം അവർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി. കാര്യം നിങ്ങളെ ഒരുപാട് നെഗറ്റീവായിട്ട് നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയൊരു വ്യക്തിയാണിത്. നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം തരാതെ നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴവർ വിഷമിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. തിടുക്കം കാണിച്ചു അവർ. അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തിടുക്കം കാണിച്ചു. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റെന്തിനോ പുറകെ പോയി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയില്ല.
അതിനവർക്കൊരു കുറ്റബോധമുണ്ട് തീർച്ചയായും. ആ ഒരു വ്യക്തി അതിലൊരുപാട് പരിതപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സോറോ കാർഡ് വന്നത്. അതുകൊണ്ട് ഈ ഒരു ദുഃഖം അവർക്ക് താങ്ങുന്നതിനപ്പുറമാണ്, താങ്ങാവുന്നതിനപ്പുറം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരികെ വന്ന് നിങ്ങളുമായിട്ടൊരു ജീവിതം, രണ്ടാമതൊരു ജീവിതം ആരംഭിക്കാൻ അവർ തയ്യാറാകുന്നൊരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ആരെയും ഭയക്കാതെ, ഒരു കൂസലും ഇല്ലാതെ മുന്നോട്ട് ധൈര്യമായിട്ട് പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ എനിക്കിവിടെ, ഒരു ആത്മവിശ്വാസത്തോടു കൂടി. കാര്യം അവർക്ക് ജീവിക്കണമെങ്കിൽ അവർ നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നൊരു തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ് വന്നത് തീർച്ചയായും. ഇനി നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കാം. അത് ഷഫിൾ ചെയ്തെടുക്കാം കാർഡ്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സിൽ, തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർ ഒട്ടും ഹാപ്പിയല്ല. അതിൽ ഒരു പാഷനും ആ ഒരു ബന്ധത്തിലില്ല എന്നാണ് കാണുന്നത്. എങ്ങനെയൊക്കെയോ തള്ളി നീക്കുന്നു, ഒരബദ്ധം പറ്റി. പക്ഷെ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്ട്രെസ്സ്. ഒരു ഇലൂഷൻ കാർഡാണ് വന്നത് തീർച്ചയായിട്ടും. ഒരു ഡ്രീം കാർഡ് എന്ന് പറഞ്ഞ ഒരു ഇലൂഷനാണ്, യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട്. അതായത് തേർഡ് പാർട്ടി പറഞ്ഞ പല കള്ളത്തരങ്ങളിലും പെട്ടുപോയൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു വശീകരണത്തിലൂടെയാണ് അവരെ തേർഡ് പാർട്ടി അവരെ സ്വന്തമാക്കിയത്, ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ. തേർഡ് പാർട്ടിയോട് അവർക്ക് ശരിക്കും ഉണ്ടായിരുന്ന ഒരു ഭ്രമമാണ്, ഒരു ഇലൂഷൻ. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. പല കള്ളത്തരങ്ങളും തേർഡ് പാർട്ടി അവരോട് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്, പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ. അതായത് മാനസികമായിട്ട്, അതായത് അവന് ബന്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളും തേർഡ് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ പലതും കള്ളമാണെന്നവർ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ഇവർ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞ് ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർ ആ ബന്ധത്തിൽ ഒരുപാട് വേദനകളാണ് അനുഭവിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവർക്കൊട്ടും അതിലൊരു ആത്മവിശ്വാസം ഇല്ല, ഒരു മടിയാണ്. അവർക്ക് എല്ലാ കാര്യത്തിനും ഒരു ജീവിതത്തോട് തന്നെ മടിയാണ്. ജീവിതത്തെ അവർ വെറുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അവർ വെറുക്കുന്നുണ്ട്. അതിൽ ഓരോ ദിവസവും ഒരു അനാവശ്യ ടെൻഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തെ ഒളിച്ചോടുകയാണ്, യാഥാർത്ഥ്യത്തിൽ നിന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി പല കള്ളത്തരം പറഞ്ഞാണ് അവരെ സ്വന്തമാക്കിയത്. അതവരിപ്പോഴാണ് തിരിച്ചറിയുന്നത്. ചില വശീകരണങ്ങളൊക്കെ ചെയ്ത്, ചില ബ്ലാക്ക് മാജിക്കിലൂടെയൊക്കെയാണ് ആ ഒരു വ്യക്തിയെ സ്വന്തമാക്കിയത്. അതുതന്നെ അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് തീർച്ചയായും. അവരൊന്ന് ചിരിച്ചിട്ട് തന്നെ കുറേ നാളുകളായി. ജീവിതത്തിൽ അത്രത്തോളം ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒരു മാനസിക ഐക്യവും ഇല്ല ആ ഒരു ബന്ധത്തിൽ. കാര്യം അവർക്ക് ജീവിതത്തെ കുറിച്ച് ഒരുപാട് കൺസെപ്റ്റുകളുള്ള ഒരു വ്യക്തിയായിരുന്നായിരിക്കാം. എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. പക്ഷേ തേർഡ് പാർട്ടിയെ കണ്ടപ്പോഴും അവർക്ക് അങ്ങനെ തോന്നി. കാര്യം നല്ല അട്രാക്റ്റീവാണ്, നല്ല കാണാനും കൊള്ളാം, അതുപോലെ തന്നെ നല്ല പൈസയുണ്ട്. പക്ഷെ അതൊന്നുമല്ല ജീവിതം. അതായത് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയായിരുന്നു. അവരിൽ നിന്നുള്ള സാമ്പത്തികം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത്. അല്ല, അവരുടെ സ്നേഹത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. അവർക്ക് വേണ്ടത് തന്നിരുന്ന നിങ്ങളാണ്. തീർച്ചയായിട്ടും അവരെന്താണോ അവർക്ക് വേണ്ടത് അത് നിങ്ങൾ തന്നിരുന്ന ഒരു വ്യക്തിയാണ്, കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് തുറന്നവർ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് ബന്ധങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെയും നിങ്ങളെയും തമ്മിൽ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരേ സമയം ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്, ആരായിരുന്നു ശരി. അവരിപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണ് കേട്ടോ, നിങ്ങളുടെ ഓർമ്മകളിലാണ് ഇപ്പോഴും. ഇവിടെ നിങ്ങളെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരിപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ സ്റ്റക്കാണ്. തേർഡ് പാർട്ടി ബന്ധത്തിലും തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഓർമ്മകളിലാണ് നിൽക്കുന്നത്. അവർക്ക് വളരെ വിഷമമുണ്ട് തീർച്ചയായിട്ടും. ഈ ഒരു ബന്ധം എങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഒരു വ്യക്തി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി.
അതായത് അയാൾക്കൊരു ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു ജീവിതത്തെപ്പറ്റി. അയാളുടെ വൈഫ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെ ഞങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിച്ചെടുക്കുകയാണ് തേർഡ് പാർട്ടി ബന്ധം. കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് എല്ലാം ഉണ്ടായിരുന്നു, ഗ്ലാമറുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സ്നേഹം അവിടെ കിട്ടിയിട്ടില്ല. അവിടെ ഒരു മെക്കാനിക്കൽ ലൈഫാണ് തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും അവർക്കവിടെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അവർക്കവിടെ ഒരു തിരിച്ചടി മാത്രമാണ് ആ ഒരു ബന്ധത്തിലുണ്ടായിരുന്നത്. ഒട്ടും ഹാപ്പി അല്ല ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. ഓരോ ദിവസവും ഒരു വളരെ ബുദ്ധിമുട്ടിയാണ് തള്ളി നീക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞ ഒരു ന്യൂ വിഷൻ കാർഡാണ്. അതായത് ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഇരുട്ടായ തേർഡ് പാർട്ടിയിൽ നിന്നും വെളിച്ചമായ നിങ്ങളിലേക്ക് ഒരു യാത്ര അവർ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ മനുഷ്യനായിട്ട് അവർ മാറുന്നുണ്ട്. അതായത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പൂർണ്ണമായിട്ടും. അല്ലെങ്കിൽ അവർക്കൊരു ആന്തരിക വെളിച്ചം, ഒരു പൂർണ്ണത വരുന്നുണ്ട്. ഈ ഒരു വ്യക്തിയിൽ ഒരു സ്പിരിച്വൽ റീബർത്താണ് സംഭവിക്കുന്നത്. അതായത് പഴയ ചിന്തകൾ വെടിഞ്ഞ് സത്യത്തെ നേരിട്ട് കാണാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് സത്യം എന്ന്. കാര്യം തേർഡ് പാർട്ടിയുടെ കള്ളങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ പരിമിതികളിൽ നിന്നുള്ളൊരു മോചനം. പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും നാളും പരിമിതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയാണ് തീർച്ചയായും. അല്ലെങ്കിൽ 4 ദിശകളിലേക്കുമുള്ള ഒരു കാഴ്ചയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ന്യൂ വിഷൻ കാർഡ്. അവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളൊക്കെ. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിനോട് അവർക്ക് ഒട്ടും താല്പര്യമില്ല, ഒരു പാഷനേറ്റ് അല്ല അവിടെ. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചങ്ങലയിൽപ്പെട്ട ബന്ധം, അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു മാറ്റത്തിന് തയ്യാറായി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. അവർ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ എൻഡായി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അവർ ബുദ്ധിയുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഐക്യവും ഭയങ്കര ജീവിതത്തെക്കുറിച്ച് ദീർഘവീക്ഷണമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അവരിവിടെ കുറച്ച് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാൻ പറ്റും ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിക്കൽ റിലേഷനൊക്കെ. അതായത് ലൈംഗികമായ കാര്യങ്ങൾ, സെക്സ്പരമായ കാര്യങ്ങൾ, അതിലൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. പക്ഷേ അതൊന്നും അല്ല ജീവിതം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവരെ ഒരു മനുഷ്യനായിട്ട് പോലും ആ ഒരു വ്യക്തി കണ്ടിട്ടില്ല. അവരുടെ പൈസ മതി, അവരുടെ സുഖം മതി, ശാരീരിക സുഖം അതുമാത്രമാണ് അവർക്ക്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സുഖം ആ ഒരു ബന്ധത്തിനില്ല. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പുറത്തു കടന്ന് നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം തീരുമാനിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ബന്ധം എൻഡായി അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ കാർഡ് ഷഫിൾ ചെയ്താണ് എടുത്തത്, നിങ്ങൾ കണ്ടു കാണും. കാർഡ് ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഷഫിൾ ചെയ്താണ് ഞാൻ കാർഡ് എടുത്തത്. എന്നിട്ട് ആ വരുന്ന കാർഡാണ്. നമുക്ക് എഡിറ്റഡ് ഒന്നുമില്ല, നമ്മുടെ വീഡിയോസൊന്നും എഡിറ്റഡ് അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ റീഡിംഗ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന റീഡിംഗ് ആണ്. എൻ്റെ കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി, സ്ഥിരം വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്ന റീഡിംഗ് ആണ്. എല്ലാവർക്കും പേഴ്സണൽ റീഡിംഗ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇവിടെ നമ്പർ ഞാൻ കൊടുക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ്, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ടാകും, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും എൻ്റെ ഒരു വീഡിയോസ് കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്രയും എന്നെ സംബന്ധിച്ച് വളരെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് താഴെ ഇടുക. അപ്പം നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടെയാണ് കേട്ടോ. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 12 വീക്സിനുള്ളിൽ തന്നെ തേർഡ് പാർട്ടി ബന്ധമൊക്കെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ റീഡിംഗ് ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
നിങ്ങൾ റെസണേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക കേട്ടോ. മെസ്സേജ് ക്ലെയിം ചെയ്തിടുക. അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജി ക്ലെയിം ആവുകയുള്ളൂ, നിങ്ങളിലേക്ക് വരികയുള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.